ിലേക്ക് തന്നെയാണ് വീണ്ടും പരിശോധന പുരോഗമിക്കുകയാണ്. കല എന്ന യുവതിയുടെ തിരോധാനം, പക്ഷെ അതൊരു കൊലപാതകമാണെന്ന സൂചനയുമായി ഒരു ഊമക്കത്ത് വന്നതോടെ പോലീസ് അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നു. 5 പേർ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. കലയുടെ ഭർത്താവ് അനിലും ഈ കസ്റ്റഡിയിലുള്ള ബന്ധുക്കളും ചേർന്നാണ് കൊലപാതകം നടത്തിയതെന്നാണ് വിവരം. അനിൽ ഇപ്പോൾ ഇസ്രായേലിലാണ്. ചില സൂചനകൾ, അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്ന് അറിയുന്നു. സ്ഥിരീകരിക്കാറായിട്ടില്ല. രഘുനാഥ് നാരായണൻ നമുക്കൊപ്പുണ്ട്. രഘു, ക്ലോസിൽ ചില എന്തൊക്കെയോ അല്ലേ, ചെറിയ മുടിനാരുകളാണോ മറ്റോ ആണോ എന്നറിയില്ല, എന്തൊക്കെയോ സാധനങ്ങൾ കണ്ടെത്തിയതായി മനസ്സിലാക്കുന്നു. പോലീസ് എന്തെങ്കിലും ഒരു സൂചന നൽകുന്നുണ്ടോ? ഇതൊക്കെ ഒരുപാട് ശാസ്ത്രീയ പരിശോധനകളൊക്കെ ആവശ്യമാണ് സ്ഥിരീകരിക്കാനെങ്കിലും. SP അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ മാന്നാർ പരിസരത്തുണ്ട്. മാന്നാർ പോലീസ് സ്റ്റേഷനിലുണ്ട്. അവിടെ നിലവിൽ കസ്റ്റഡിയിലുള്ള പ്രതിയെ ചോദ്യം ചെയ്യുകയാണ്. പക്ഷേ പോലീസ് സംബന്ധിച്ചുള്ളൊരു ഔദ്യോഗികമായ സ്ഥിരീകരണം കിട്ടണമെന്നുണ്ടെങ്കിൽ മരിച്ച കലയുടെ കൃത്യമായിട്ടുള്ള ശരീരാവശിഷ്ടങ്ങൾ ഈ സേഫ്റ്റി ടാങ്കിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട്. അതിലുള്ള പരിശോധനകളാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ചെറിയ ഒരു എല്ലിംഗ് കഷ്ണം കിട്ടിയിട്ടുണ്ടെന്നാണ് ഉദ്യോഗസ്ഥർ അനൗദ്യോഗികമായി നൽകുന്നത്. പക്ഷെ ഔദ്യോഗികമായി സംബന്ധിച്ചൊരു വിവരവും നൽകിയിട്ടില്ല. കാരണം കല 15 വർഷം മുൻപ് കാണാതായതാണ്. ഇവർ കൊല്ലപ്പെട്ടെന്നുള്ളൊരു സംശയം അടുത്ത ബന്ധുക്കൾ പോലും ഉന്നയിച്ചിരുന്നില്ല. മറിച്ച് ഇവർ ആരെയോ ഇഷ്ടപ്പെട്ട ആളിനോടൊപ്പം പോവുകയാണ് എന്നുള്ളൊരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു, അങ്ങനെ ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിലായിരുന്നു ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ ഒരുപക്ഷെ അനിൽ അങ്ങനെ ഒരു ബോധം നാട്ടുകാർക്കിടയിൽ ഉണ്ടാകുന്നതിൽ വിജയിച്ചു എന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. പക്ഷേ കഴിഞ്ഞ 2 മാസം മുൻപാണ് അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഊമക്കത്ത് കിട്ടുന്നത്. കലയെ കൊന്ന് ഭർത്താവും ബന്ധുക്കളും ചേർന്ന് കൊന്ന് വീടിനോട് ചേർന്നുള്ള സേഫ്റ്റി ടാങ്കിൽ കുഴിച്ചിട്ടു എന്നുള്ള രീതിയിലുള്ളൊരു ഊമക്കത്ത് അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ ലഭിക്കുന്നത്. പോലീസ് അത് ഉപേക്ഷിക്കാതെ അതിന്റെ ശാസ്ത്രീയമായിട്ടുള്ള അന്വേഷണം നടത്തി കല ജീവിച്ചിരിപ്പില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് കല കൊല്ലപ്പെടാനുള്ള സാഹചര്യങ്ങൾ മനസ്സിലാക്കി അന്വേഷിച്ച് ഈ ബന്ധുക്കളിലേക്കും ഭർത്താവിലേക്കും അന്വേഷണം എത്തിക്കുന്നത്. പക്ഷെ അപ്പോഴും ഈ കല കൊല്ലപ്പെട്ടു എന്ന് ഉറപ്പിക്കണമെങ്കിൽ അല്ലെങ്കിൽ കോടതിയിൽ തെളിയിക്കണമെന്നുണ്ടെങ്കിൽ ശരീരാവശിഷ്ടങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് അനിലിന്റെ വീടിനോട് ചേർന്നിട്ടുള്ള പഴയ കക്കൂസിന്റെയും കുളിമുറിയുടെയും സേഫ്റ്റി ടാങ്കിൽ ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉച്ചയ്ക്ക് വൈകുന്നേരം 2 മണിയോടുകൂടി ആരംഭിച്ച പരിശോധനയാണ് ഇപ്പോൾ ഏകദേശം 4 മണിക്കൂർ പിന്നിടുന്നു. കാര്യമായ എന്തെങ്കിലും തെളിവ് ലഭിച്ചിട്ടുണ്ടെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ വിവരങ്ങൾ ലഭിക്കുന്നില്ല. എന്തായാലും അന്വേഷണ സംഘം ഊർജിതമായുള്ളൊരു ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 5 പേരാണ് നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഇവരെല്ലാം അനിലിന്റെ ബന്ധുക്കളാണ്. ഈ വിവരം പുറത്തു വരാൻ 2 സാധ്യതകളാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. ഒന്ന്, ഈ നിലവിൽ കസ്റ്റഡിയിലുള്ള പ്രതികൾ മദ്യപിക്കുന്നതിനിടെ ചില ആളുകളോടൊക്കെ വീരവാദം എന്നുള്ള നിലയിൽ കലയുടെ കൊലപാതകം പറയുമായിരുന്നു. അങ്ങനെ അറിഞ്ഞ ആരെങ്കിലും ഒരുപക്ഷെ ഇവരോടുള്ള എന്തെങ്കിലും വ്യക്തിപരമായ വിദ്വേഷമാണെങ്കിൽ കലയോടുള്ള ഏതെങ്കിലും രീതിയിൽ അല്ലെങ്കിൽ തെറ്ററിഞ്ഞിട്ടും മറച്ചു വെക്കുന്നുള്ള ഒരു കുറ്റബോധവും കൊണ്ടോ പോലീസിന് എഴുതിയതാകാം എന്നുള്ളതാണ് ഒരു നിഗമനം. അല്ലെങ്കിൽ ഈ നിലവിൽ കസ്റ്റഡിയിലുള്ള ആളുകളിൽ ഒരാൾ അയാളുടെ ഭാര്യയെ കലയുടെ അനുഭവം ഉണ്ടാകുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ഇങ്ങനെയാണ് കലയ്ക്ക് സംഭവിച്ചെന്ന് അവരോട് പറയുകയും ചെയ്തു. ഇവർ മറ്റാരോടെങ്കിലും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവർ നൽകിയ വിവരമാകാം. എന്തായാലും വളരെ നിർണായകമായൊരു വിവരമാണ് പോലീസിന് ലഭിച്ചത്. 15 വർഷം മുൻപ് കാണാതായ ഒരു യുവതിയെ കൊന്ന് സ്വന്തം ഭർത്താവും ബന്ധുക്കളും ചേർന്ന് കൊന്ന് വീട്ടിലെ തന്നെ സേഫ്റ്റി ടാങ്കിൽ നിക്ഷേപിക്കുകയായിരുന്നു എന്നുള്ളൊരു ഞെട്ടിക്കുന്ന വിവരമാണ് അന്വേഷണത്തിലൂടെ കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ അപ്പോഴും കോടതിയിൽ അല്ലെങ്കിൽ ഇത് തെളിയിക്കണമെന്നുണ്ടെങ്കിൽ കലയുടെ മൃതദേഹാവശിഷ്ടത്തിന്റെ എന്തെങ്കിലും നിർണായകമായ ഒരു സാധനം ലഭിക്കേണ്ടതുണ്ട്. അതിനായിട്ടുള്ള തിരച്ചിലാണ്, അതിനായിട്ടുള്ള അന്വേഷണത്തിലാണ് അന്വേഷണ സംഘം. എന്തോ രഘുവാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. 15 വർഷം മുൻപത്തെ ഒരു തിരോധാന കേസാണ്. ഇപ്പോൾ ചില പ്രതികരണങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? വർഷം മുൻപത്തെ തിരോധാന കേസാണ് ഇപ്പോൾ ഒരു കൊലപാതക കേസെന്ന നിലയിലേക്ക് മാറിയിരിക്കുന്നത്. രഘു, അവിടുത്തെ ആളുകളുമൊക്കെ ആയിട്ട് രഘുവിനെ സംസാരിക്കാൻ കഴിഞ്ഞു. ഇങ്ങനെ ഈ അന്നത്തെ 15 വർഷം മുൻപത്തെ ഓർമ്മകളുള്ള ആളുകൾ ഇങ്ങനെ ഒരു കാണാതാവലിനെ കുറിച്ചും അന്ന് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? പിന്നെ ഇപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുമ്പോൾ എന്ത് തോന്നുന്നു? അങ്ങനെ എന്തെങ്കിലും നാട്ടുകാരുടെ പ്രതികരണങ്ങൾ? എനിക്ക് തോന്നുന്നു നാട്ടുകാരുടെ പ്രതികരണങ്ങൾ നമ്മളുടെ TV വഴി അവിടത്തേക്ക് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ അവിടെ കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നാട്ടുകാർ പറയുന്നത് കലയുടെയും അനിൽകുമാറിന്റെയും വിവാഹം
പ്രേമവിവാഹമായിരുന്നു. ഇരുവരും രണ്ട് ജാതി ആയതുകൊണ്ട് തന്നെ ബന്ധുക്കൾക്കൊന്നും അത്ര വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. 2 വർഷത്തോളം ഇവർ തമ്മിൽ യാതൊരുവിധമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് ഒരു കുട്ടി ഉണ്ടായതിനു ശേഷം ഇരുവരും തമ്മിൽ ചില കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും കലയ്ക്ക് മറ്റൊരു ബന്ധമുണ്ടെന്നുള്ള തർക്കമൊക്കെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് കല മറ്റൊരാളോടൊപ്പം, ഈ സ്നേഹബന്ധം ഉണ്ടായിരുന്ന ആളോടൊപ്പം ഇറങ്ങിപ്പോയി എന്നുള്ള രീതിയിൽ വ്യാപകമായി കഥ പ്രചരിക്കുന്നത്. അതിനുശേഷം, അതായത് സ്വാഭാവികമായിട്ട് തന്നെ നാട്ടിൻപുറമായതുകൊണ്ട് തന്നെ ഒരു പ്രേമവിവാഹത്തിന് ശേഷം മറ്റൊരു പ്രേമം ഉണ്ടാകുകയും അയാളോടൊപ്പം ഇറങ്ങിപ്പോവുകയും ചെയ്ത് സ്ത്രീയെ അന്വേഷിക്കുക എന്നുള്ളത് അത്ര സ്വാഭാവികമായിട്ടുള്ള കാര്യമല്ല. പ്രത്യേകിച്ച് നാട്ടിൻപുറത്തെ ജനങ്ങളെ സംബന്ധിച്ചുള്ള അത് വലിയ അപമാനപരമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആരും കലയെക്കുറിച്ച് ഇതുവരെ ഒന്നും അന്വേഷണം നടത്തിയിരുന്നില്ല. അതുകൊണ്ടാണ് ഒരുപക്ഷെ ഈ കൊലപാതകം ഇത്രയും നാളും പുറം ലോകം അറിയാതിരുന്നത്. അപ്പോഴും നമുക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു തെളിവ് ലഭിക്കേണ്ടതുണ്ട്. അന്വേഷണ സംഘത്തെ പോലീസിന് ചില കാര്യങ്ങളൊക്കെ ഈ സേഫ്റ്റി ടാങ്കിൽ നിന്നൊക്കെ ലഭിക്കുന്നുണ്ട്. ചില എല്ലിന്റെ കഷ്ണങ്ങളും മുടിയും നഖം ഉൾപ്പെടെയുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്നത്. പക്ഷെ അത് അവരുടേതാണെന്ന് ഉറപ്പിക്കണമെന്നുണ്ടെങ്കിൽ DNA പരിശോധന നടത്തിയാൽ മാത്രമേ സ്ഥിരീകരിക്കാനാവുകയുള്ളൂ.